ഗുഡ് മോർണിംഗ് ഓൾ. പറഞ്ഞു ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നും ആദ്യം കിട്ടേണ്ട സാധനമാണ് വേവ് ഫംഗ്ഷൻ. ആ വേവ് ഫംഗ്ഷൻ കിട്ടുന്ന മെത്തേഡ് നമ്മൾ പഠിച്ചു അല്ലെ. അത് കിട്ടാൻ എന്താണ് ഇക്വേഷൻ ഓഫ് മോഷൻ ആയ ഷ്രോഡിംഗേഴ്സ് ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യും. ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം കിട്ടിയാൽ അതിന് നമ്മൾ ഷ്രോഡിംഗേഴ്സ് ഇക്വേഷൻ അപ്ലൈ ചെയ്യും. അതിന്റെ പൊട്ടൻഷ്യലും കാര്യങ്ങളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ വേവ് ഫംഗ്ഷൻ ഒബ്റ്റെയിൻ ചെയ്യും. വൺസ് വേവ് ഫംഗ്ഷൻ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ വി ഹാവ് ടു എക്സ്ട്രാക്ട് ഇൻഫർമേഷൻ ഫ്രം ദി സിസ്റ്റം. ആ വേവ് ഫംഗ്ഷൻ വെച്ചിട്ട് ആ സിസ്റ്റത്തിനെ കുറിച്ചുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടാനുണ്ട് അല്ലെ. അതിന്റെ മൊമെന്റം, എനർജി, അതുപോലെയുള്ള സംഭവങ്ങൾ അല്ലെ. ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും നമ്മളിപ്പോ സാധാരണ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ കിട്ടാറുണ്ട്? പൊസിഷൻ, മൊമെന്റം, വെലോസിറ്റി, ആക്സിലറേഷൻ അല്ലെ, ഫോഴ്സ്, അതൊക്കെ നമുക്ക് കിട്ടാറുണ്ട് അല്ലെ. അതുപോലെ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു സിസ്റ്റത്തിൽ നിന്നും കിട്ടണം അല്ലെ. അപ്പം ആദ്യം കിട്ടുന്ന വേവ് ഫംഗ്ഷൻ ആണ്. ഇപ്പം ഷ്രോഡിംഗേഴ്സ് ഇക്വേഷൻ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് വേവ് ഫംഗ്ഷൻ കിട്ടി. ഇനി എന്താണ്? ഇനി നമുക്ക് ആ വേവ് ഫംഗ്ഷനിൽ നിന്നും ഇൻഫോർമേഷൻസ് എക്സ്ട്രാക്ട് ചെയ്യണം. അത് എക്സ്ട്രാക്ട് ചെയ്യാനുള്ള മെത്തേഡാണ് എക്സ്പെക്ടേഷൻ വാല്യൂസ്. ഓക്കെ, അതിന്റെ ബ്രാക്കറ്റിൽ ഇത് നന്നാവും എന്താണ് ഹൗ ടു എക്സ്ട്രാക്ട് ഇൻഫോർമേഷൻ ഫ്രം വേവ് ഫംഗ്ഷൻ എന്ന് എഴുതുക. അതാണ് എക്സ്പെക്ടേഷൻ വാല്യൂയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുപോലെ ഞാൻ ഫോളോ ചെയ്യുന്ന ബുക്ക് പിന്നെ മോഡേൺ ഫിസിക്സ് ബൈ ആദർ ബേസർ ആണ്. ഓക്കെ, നിങ്ങളുടെ സിലബസ് പറയുന്ന ബുക്ക് തന്നെയാണ്. അത് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ ടോപ്പിക്കിന്റെ അണ്ടറിൽ ചെറിയൊരു ലൈൻ കൊടുത്തിട്ടുണ്ടാവും ആ ടോപ്പിക്കിൽ എന്താ കവർ ചെയ്യുന്നത്. അപ്പൊ അതൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാവും ഓരോ ടോപ്പിക്കിലും. ഓക്കെ, അപ്പം എക്സ്പെക്ടേഷൻ വാല്യൂസ് നോക്കാം. ഞാൻ പറഞ്ഞു നമ്മള് വേവ് ഫംഗ്ഷൻ ഒബ്റ്റെയിൻ ചെയ്യും എന്ന് അല്ലെ. അപ്പം വൺസ് വി സോൾവ് ഷ്രോഡിംഗേഴ്സ് ഇക്വേഷൻ വി വിൽ ഗെറ്റ് the wave function associated with that system. അതെന്താണ്? എക്സ്, വൈ, സെഡ്, ടി ആണ് അല്ലെ. ഈ വേവ് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ ചെയ്യാനുള്ളത്? അതിൽ നിന്നും ഫെർദർ ഇൻഫർമേഷൻസ് ഒബ്റ്റെയിൻ ചെയ്യാനുണ്ട് അല്ലെ. ആൻഡ് ഈ വേവ് ഫംഗ്ഷനകത്ത് വൺസ് വി ഒബ്റ്റെയിൻ വേവ് ഫംഗ്ഷൻ ഇറ്റ് കണ്ടെയ്ൻസ് all the information we want which is limited by uncertainty principle. അൺസർട്ടൈനിറ്റി പ്രിൻസിപ്പിൾ റെസ്ട്രിക്ട് ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചാൽ ബാക്കി എല്ലാ സംഭവങ്ങളും നമുക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷൻസും എവിടെയുണ്ട്? ഈ വേവ് ഫംഗ്ഷനകത്തുണ്ട് അല്ലെ. ഇറ്റ് കണ്ടെയ്ൻസ് ആൾ ദ ഇൻഫർമേഷൻ റെസ്ട്രിക്റ്റഡ് ബൈ അല്ലെങ്കിൽ ലിമിറ്റഡ് ബൈ അൺസർട്ടൈനിറ്റി പ്രിൻസിപ്പിൾ. അൺസർട്ടൈനിറ്റി പ്രിൻസിപ്പിൾ പിന്നെ ലിമിറ്റ് ചെയ്യാത്ത എല്ലാ സംഭവങ്ങളും നമുക്ക് ഇതിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും അല്ലെ. അതെങ്ങനെ എന്നാണ് ഞാൻ നോക്കുന്നത്, നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഞാൻ അതിനൊരു ക്ലാസിക്കൽ സിറ്റുവേഷൻ പറയാണ് അല്ലെ. ഞാൻ പറഞ്ഞു വേവ് ഫംഗ്ഷനകത്ത് നമുക്ക് ശരിക്കും വേവ് ഫംഗ്ഷൻ തരുന്ന എന്താണ്? പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ അറ്റ് ടൈം ടി ആണ് അല്ലെ. അപ്പൊ നമുക്കൊരു ക്ലാസിക്കൽ സിറ്റുവേഷൻ എന്ന് വേണേ പറയാം. ഓക്കെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഇമാജിൻ ചെയ്യാം. ഞാന് എക്സ് ആക്സിസ് ഉണ്ട്. ഓക്കെ, എക്സ് ആക്സിസ് അങ്ങോട്ടും ഇങ്ങോട്ടും, ഇങ്ങോട്ട് മൈനസ് ഇൻഫിനിറ്റി, ഇങ്ങോട്ട് പ്ലസ് ഇൻഫിനിറ്റി. ഓക്കെ, ഇനി ഇതിൽ ഞാൻ കുറെ ഐഡന്റിക്കൽ പാർട്ടിക്കിൾസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകണം അല്ലെ. ആ പാർട്ടിക്കിളിന്റെ റെസ്ട്രിക്ഷൻസ് എന്താണ് അല്ലെങ്കിൽ കൺസ്ട്രെയിൻ എന്താണ്? ഇറ്റ് ഷുഡ് ട്രാവൽ ഓൺലി ഇൻ ദി എക്സ് ഡയറക്ഷൻ. എക്സ് ആക്സിൽ എവിടെ അതിന് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഞാനൊരു ഗ്രൂപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ഞാൻ ഇതിലേക്ക് വിടാം അല്ലെ. അപ്പൊ ഇവിടെ കുറെ പേര് നിൽക്കുന്നുണ്ടാവും, ഇവിടെ കുറെ, അങ്ങനെ പല സ്ഥലത്തായിട്ട് എന്തുണ്ടാവും? ഈ പാർട്ടിക്കിൾസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അല്ലെ. അങ്ങനെയല്ലേ? ഇനി ഞാൻ അതിന്റെ ആവറേജ് പൊസിഷൻ കാണാൻ പോവാം. ഈ പാർട്ടിക്കിളിന്റെ ആവറേജ് പൊസിഷൻ കാണാൻ പോവാം. അപ്പൊ നമ്മൾ ഇമാജിൻ ചെയ്യാണ് ലെറ്റ് ദർ ബി n1 പാർട്ടിക്കിൾസ്, ടോട്ടൽ ക്യാപിറ്റൽ N പാർട്ടിക്കിൾസ് എന്ന് കരുതാം. ഓക്കെ, ലെറ്റ് ദർ ബി n1 പാർട്ടിക്കിൾസ് അറ്റ് x1, പൊസിഷൻ x1. x1 എന്ന് പറയുന്ന പൊസിഷനിൽ n1 പാർട്ടിക്കിൾസ് എന്ന് കരുതാം. അതുപോലെ സിമിലർലി ദർ ആർ n2 പാർട്ടിക്കിൾസ് അറ്റ് x2, പൊസിഷൻ x2. മനസ്സിലായോ? ഇപ്പം എക്സാമ്പിൾ 8 പാർട്ടിക്കിൾസ് ഈ പോയിന്റിലുണ്ട് കരുതാം. അതുപോലെ കുറെ പാർട്ടിക്കിൾസ് ഇവിടെ അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് റാൻഡം ആയിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇമാജിൻ ചെയ്യാണ് there are n1 particles at x1 and n2 particles at x2 etc. അങ്ങനെ പോവാണ്. nn particles at xn. ഓക്കെ, അങ്ങനെയുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ ഒരു ആവറേജ് പൊസിഷൻ കാണണം. ഓക്കെ, ആവറേജ് പൊസിഷൻ നമ്മൾ കാണാൻ പോവാം. ആ ആവറേജ് പൊസിഷൻ എന്നുള്ളത് നമുക്ക് എങ്ങനെ പറയാം? അതിന്റെ ഈ ഒരു സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ് തന്നെയാണത് അതിന്റെ ആവറേജ് പൊസിഷൻ എന്ന് പറയുന്നത് അല്ലെ. ഈ സിസ്റ്റത്തിന്റെ ആവറേജ് പൊസിഷൻ എന്ന് പറയുന്നത് അതിന്റെ സെന്റർ ഓഫ് മാസ് തന്നെയാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി ഞാൻ അത് കാണാണ് നമ്മൾ എന്താണ് മീൻ പൊസിഷൻ. നമ്മൾ സാധാരണ എക്സ് ബാർ എന്നല്ലേ കൊടുക്കാറില്ലേ? മീൻ പൊസിഷൻ കാണാൻ പോവാണ്. അതെന്താണ്? n1 x1 പ്ലസ് n1 particles at x1 പ്ലസ് n2 particles at x2
plus etc. n particles at xn divided by total number of particles. There are n1 plus n2 plus etc. അല്ലേ അങ്ങനെ നമ്മൾ കൊടുത്തു. ഓക്കെ, അതാണ് മീൻ പൊസിഷൻ ഓഫ് ദ പാർട്ടിക്കിൾസ് അല്ലേ. അപ്പൊ ഞാൻ എന്താ ചെയ്തത്, കുറെ പാർട്ടിക്കിൾസ് ഉണ്ട് ആൻഡ് ദേ ആർ ആൾ ഡിഫൈൻഡ് ബൈ ദി സെയിം വേവ് ഫംഗ്ഷൻ. സെയിം വേവ് ഫംഗ്ഷൻ, ഒരേ വേവ് ഫംഗ്ഷൻ ആണ് അവരൊക്കെ ഡിഫൈൻ ചെയ്യുന്നത്. അല്ലെ ഈ പാർട്ടിക്കിൾസിന്റെ ഒക്കെ വേവ് ഫംഗ്ഷൻ സെയിം ആണെന്ന് എഴുതുക. ഓക്കെ, അത്തരത്തിലുള്ള n പാർട്ടിക്കിൾസ് ഞാൻ എക്സ് ആക്സിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ പാർട്ടിക്കിൾസിന്റെ ആവറേജ് പൊസിഷൻ കാണുകയാണ്. ആവറേജ് പൊസിഷൻ എങ്ങനെയാണ്, അതിന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറയാം. അപ്പൊ ഇങ്ങനെയാണ് കിട്ടുക. അപ്പൊ ഇതിനെ എനിക്കൊരു സമ്മേഷൻ ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും അല്ലെ. എങ്ങനെ ചെയ്താ, എക്സ് ബാർ ഈക്വൽ ടു സം ഓവർ ഐ എൻ ഐ എക്സ് ഐ ഡിവൈഡഡ് ബൈ സം ഓവർ ഐ എൻ ഐ എന്ന് പറയാം. ഇങ്ങനെയല്ലേ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക അല്ലെ. സം ഓവർ എൻ ഐ എക്സ് ഐ ബൈ സം ഓവർ ഐ എൻ ഐ അല്ലെ. ഇത് എക്സ്പാൻഡ് ചെയ്താൽ തന്നെയല്ലേ കിട്ടുക. ഇങ്ങനെ എഴുതാൻ പറ്റും. ഇനി നമുക്ക് വേണ്ട കേസ് ഇതല്ല. ഓക്കെ, ഇവിടെ കുറെ പാർട്ടിക്കിൾസ് ഉണ്ട്, അത് എക്സിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ആവറേജ് പൊസിഷനാണ് കണ്ടത്. നമ്മൾ അങ്ങനെയല്ല കാണാൻ പോകുന്നത്. നമ്മളത്തെ ഒരു സിംഗിൾ പാർട്ടിക്കിൾ ഉണ്ട്, ഒരൊറ്റ പാർട്ടിക്കിൾ അല്ലെ. എന്നിട്ട് ഇത്രയും നമ്മൾ കണ്ടു. ഇനി നമ്മൾ ഒരു ഒറ്റ പാർട്ടിക്കിൾ ഉണ്ട്, അതിന്റെ ഇതേ വേവ് ഫംഗ്ഷൻ ആണ്. അതിനെ നമ്മൾ എക്സിലേക്കാണ് വിടുകയാണ്, എക്സ് ആക്സിലേക്ക് വിടുകയാണ്. നമ്മൾ അതിനെ ഫ്രീ ആയിട്ട് വിട്ടു. അപ്പം അത് എവിടെ ഒക്യുപ്പൈ ചെയ്യും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അല്ലെ. അപ്പൊ ആ പാർട്ടിക്കിൾ എവിടെ ഒക്യുപ്പൈ ചെയ്യും, അതിന്റെ ആവറേജ് പൊസിഷൻ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിന്റെ ആവറേജ് പൊസിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ഇത് എവിടെ നിൽക്കാം അല്ലെ. അതുകൊണ്ട് അതിന്റെ ആവറേജ് പൊസിഷൻ നമ്മൾ കാണുമ്പോൾ ദാറ്റ് ദിസ് ഇക്വേഷൻ ചേഞ്ചസ് ടു എ ഡിഫറെന്റ് ഇക്വേഷൻ അല്ലെ. ഇതിനകത്ത് ദിസ് സമ്മേഷൻ വിൽ ചേഞ്ചസ് ടു ഇന്റഗ്രേഷൻ അല്ലെ. അതുപോലെ ഈ എൻ ഐ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അറ്റ് പിന്നെ എക്സ് ഐ അല്ലേ അല്ലെ. എൻ ഐ എന്ന് പറഞ്ഞാൽ, and in that case, in the second case, ni will be replaced by pi, which is the probability of finding the particle at xi. ഇപ്പൊ ഇതാണ് xi എന്ന് പറഞ്ഞ പൊസിഷൻ എഴുതുക. ഓക്കെ, ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ടെന്ന് എഴുതുക, ni പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് എഴുതുക. ഓക്കെ, അപ്പം ni ഈ കേസിൽ, രണ്ടാമത്തെ കേസിൽ നമുക്ക് ni should be replaced by pi, where pi is the probability of finding the particle at xi അല്ലെ. and pi is given by mod psi I square എന്ന് പറയാം അല്ലെ. mod psi I square dx എന്ന് പറയാം അല്ലെ. ഇത് നമുക്ക് അതിന്റെ ആവശ്യമില്ല, നമുക്ക് ഒറ്റ പാർട്ടിക്കിൾ ഉള്ളൂ അല്ലെ. നമ്മൾ ജനറൽ ആയിട്ട് പറയാൻ പോവാം അല്ലെ. mod psi square dx എന്ന് പറയാം. ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഇതിലേക്ക് കൊടുക്കാം അല്ലെ. സിംഗിൾ പാർട്ടിക്കിൾ ആകുമ്പോൾ അതിന് എവിടെയും നിൽക്കാൻ പറ്റും. മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എവിടെയും നിൽക്കാൻ പറ്റും. കണ്ടിന്യൂം ഓഫ് പോയിന്റ്സ് ഉണ്ട് അല്ലെ, ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് ഉണ്ട്. അവിടെ എവിടെയും നിൽക്കാം, കണ്ടിന്യൂസ് ആയിട്ട് സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ സമ്മേഷൻ ചേഞ്ചസ് ടു ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ സിംഗിൾ പാർട്ടിക്കിൾ ആണ്. അപ്പം ആ സിംഗിൾ പാർട്ടിക്കിൾ ഒരുപോലത്തെ കുറെ പാർട്ടിക്കിൾസ് നമ്മൾ ഇടുകയാണ് അല്ലെ. അപ്പം പല സ്ഥലങ്ങളിലായിട്ട് അറേഞ്ച് ചെയ്യും അല്ലെ. കുറെ പാർട്ടിക്കിൾസ് ഒരിടത്ത് കൂടും, അതുപോലെ കുറച്ച് പാർട്ടിക്കിൾസ് വേറെ അടുത്ത് കൂടും, അങ്ങനെ ഇങ്ങനെ കൂടി അതിന്റെ ആവറേജ് ആണ് നമ്മളിപ്പോ കണ്ടത്. ഇനി നമ്മൾ ആ പാർട്ടിക്കിൾസിലേക്ക് ഒഴിവാക്കിയിട്ട് അതേപോലത്തെ ഒരു ഒറ്റ പാർട്ടിക്കിൾ വിടുകയാണ്. അപ്പൊ അയാൾ എവിടെയാ നിൽക്കുകയാണ്, അതിന്റെ മോസ്റ്റ് പ്രോബബിൾ കേസ് നമ്മൾ നോക്കുന്നത് അല്ലെ. അപ്പൊ നമ്മളെ വേവ് ഫംഗ്ഷനായിട്ട് ഞാൻ വരുത്തുന്നുണ്ട്. വേവ് ഫംഗ്ഷൻ എന്താ, പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ അറ്റ് എ പൊസിഷൻ അല്ലെ. അപ്പൊ ഇനി നമ്മൾ എന്താ കാണുന്നത്, മോസ്റ്റ് എക്സ്പെക്ടഡ് പൊസിഷൻ. അതുകൊണ്ടാണ് ഇതിന് എക്സ്പെക്ടേഷൻ വാല്യൂ എന്ന് പറയുന്നത് അല്ലെ. അപ്പം ഇവിടെ മീൻ എക്സ് എന്നാ പറഞ്ഞത് അല്ലെ. മീൻ എക്സ് എന്ന് പറഞ്ഞത് ഇത് കുറെയൊക്കെ ശരിയാവും. കുറെ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ഈ കാണുന്നത് കുറെയൊക്കെ ശരിയാവും അല്ലെ. ഇനി നമ്മൾ എന്താ കാണുന്നത്, therefore for such a system expectation x equal to, ഇതിന്റെ ഇടയ്ക്കൊക്കെ ഡിസ്ക്രിപ്ഷൻ വേണ്ട, വെറും ഇക്വേഷൻ എഴുതിയിട്ടുണ്ട് വരുന്നത്. നോട്ടിനകത്ത് നല്ല ഡിസ്ക്രിപ്ഷൻ കാണണം. അപ്പൊ മീൻ എക്സ് ഈസ് റിപ്ലേസ്ഡ് ബൈ എക്സ്പെക്ടേഷൻ എക്സ്. എന്താ എക്സ്പെക്ടേഷൻ എക്സ് എന്ന് പറഞ്ഞാല് ഇതിന്റെ എക്സ്പെക്ടഡ് പൊസിഷൻ. എക്സ് എന്ന് പറഞ്ഞ പൊസിഷൻ അല്ലേ അല്ലെ. expected position of that particle which we released to the x-axis. x-axis നമ്മൾ ഇട്ട് കൊടുത്ത ആ പാർട്ടിക്കിളിന്റെ എക്സ്പെക്ടഡ് പൊസിഷൻ അല്ലെ. അതെങ്ങനെയാ വരിക, സമ്മേഷൻ ചേഞ്ചസ് ടു ഇന്റഗ്രേഷൻ ആൻഡ് ni ചേഞ്ചസ് ടു mod psi square dx അല്ലെ. അപ്പൊ എന്താവും, mod psi square dx തീർന്നോ, into xi and xi changes to x അല്ലെ. അപ്പം ഇന്റഗ്രൽ x into ni എന്ന് പറയുമ്പോൾ എന്താവും,
മോഡ് സൈ സ്ക്വയർ ഡി എക്സ് അല്ലെ. താഴെയോ ഡിവൈഡഡ് ബൈ എൻ ഐ. സം ഓവർ എൻ ഐ എന്ന് പറഞ്ഞാൽ എന്താവും ഇന്റഗ്രൽ മോഡ് സൈ സ്ക്വയർ ഡി എക്സ് എന്ന് പറയും. ക്ലിയർ ആണല്ലോ. ദിസ് ക്വാണ്ടിറ്റി ഈസ് കാൾഡ് ദി എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് പൊസിഷൻ. ക്ലിയർ ആണോ? ദിസ് ഈസ് ദി എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ. ലിമിറ്റും കൊടുക്കണം. വിത്തിൻ ദ ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. ഇതെന്താവും മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി അല്ലെ. അല്ലെ ക്ലിയർ അല്ലേ? ഞാൻ വൃത്തിക്ക് എഴുതാം. expected value of x, expectation value of x equal to integral minus infinity to infinity x into mod psi square dx divided by integral minus infinity to infinity mod psi square dx എന്ന് വരും അല്ലേ. This quantity is called expectation value of x. ഇത് x ന്റെ expectation value ആണ്. നമുക്ക് ഇതുപോലെ കുറെ സാധനത്തിന്റെ എക്സ്പെക്ടേഷൻ വാല്യൂ കാണാമല്ലോ. ഓക്കെ, ഇനി ഒരു ഇമ്പോർട്ടന്റ് കാര്യം നോക്കാനുള്ളത്, ഇഫ് ദിസ് പർട്ടിക്കുലർ വേവ് ഫംഗ്ഷൻ ഈസ് നോർമലൈസ്ഡ്. നമ്മൾ ഈ പറഞ്ഞ പാർട്ടിക്കിളിന്റെ വേവ് ഫംഗ്ഷൻ നോർമലൈസ്ഡ് ആണെങ്കിൽ, എന്താ നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല്? നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മറക്കരുത് കേട്ടോ, ടേംസ് ഒന്നും മറക്കരുത്. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് സൈ സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു 1 അല്ലെ. മൈനസ് ഇൻഫിനിറ്റിക്കും ഇൻഫിനിറ്റി ഇടക്ക് ആ പാർട്ടിക്കിൾ ഉണ്ട് അല്ലെ. അതുണ്ടെങ്കിൽ അതിന്റെ പ്രോബിലിറ്റി എന്താണ്? 1 ആണ്. അതാണ് നോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ. ഇനി ഞാൻ പറയാണ്, ഇഫ് ദിസ് വേവ് ഫംഗ്ഷൻ ഈസ് നോർമലൈസ്ഡ്. നോർമലൈസ്ഡ് ആണെച്ചാൽ ഡിനോമിനേറ്റർ എന്താ? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് സൈ സ്ക്വയർ ഡി എക്സ് അല്ലേ. ഇറ്റ് വിൽ ബിക്കം 1. അപ്പൊ എക്സ്പെക്ടേഷൻ വാല്യൂ എന്താവും? എക്സ്പെക്ടേഷൻ എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു മോഡ് സൈ സ്ക്വയർ ഡി എക്സ് എന്നാവും അല്ലേ. അത് മാത്രം. അപ്പം ഒരു നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ആണെച്ചാൽ ആ ഡിനോമിനേറ്റർ ഉണ്ടായിരിക്കില്ല. ക്ലിയർ ആണല്ലോ. ഇനി ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു ഒരു ക്വസ്റ്റ്യൻ തരികയാണ്. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ സോൾവ് ചെയ്യണം. ഇത്രയുള്ള ഇന്ന് ക്ലാസ്. നമുക്ക് കുറച്ച് പ്രോബ്ലംസും ഇതിന്റെ കൂടെ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ എഴുതാം. ഇത് ഒരു രണ്ട് ഭാഗമുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ഫസ്റ്റ് പാർട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ ആൾറെഡി പഠിച്ചതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതാം. എ പാർട്ടിക്കിൾ ഈസ് ലിമിറ്റഡ് ടു എക്സ് ആക്സിസ് and has the wave function psi equal to ax. A particle is limited to x-axis and has the wave function psi equal to ax between x equal to 0 and x equal to 1. x equal to 0 ക്കും 1 നും ഇടയിൽ ആ പാർട്ടിക്കിളിന്റെ വേവ് ഫംഗ്ഷൻ എന്താണ്? psi equal to ax ആണ്. ഓക്കെ, ബാക്കിയുള്ള അടുത്തില്ല എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ അവിടെ ഉണ്ട്, 0 ന്റെയും 1 ന്റെയും ഇടയിലുണ്ട്. ഓക്കെ, ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അതിനകത്ത് എ ക്വസ്റ്റ്യൻ ഏതാണ്? ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ പാർട്ടിക്കിൾ ക്യാൻ ബി ഫൗണ്ട് ബിറ്റ്വീൻ എക്സ് ഈക്വൽ ടു 0.45 ആൻഡ് എക്സ് ഈക്വൽ ടു 0.55. ഓക്കെ, അതിനകത്ത് പാർട്ട് 1 ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദി പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ ബിറ്റ്വീൻ എക്സ് ഈക്വൽ ടു 0.45 ആൻഡ് 0.55. ഓക്കെ, ഇങ്ങനെയൊരു ആക്സിസ്. അതിനകത്ത് ഇവിടെയാണ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ പോയിന്റ് എന്ന് എഴുതാം. ഇവിടെയാണ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ പോയിന്റ്. ഓക്കെ, ഇനി നമ്മൾ ആ പാർട്ടിക്കിളിനെ ഇതിന്റെ ഇടയിൽ വിടുകയാണ്. ഇതിന്റെ ഇടയിൽ ഉണ്ട് പാർട്ടിക്കിൾ. അതിന്റെ വേവ് ഫംഗ്ഷൻ എന്താണ്? psi ഈക്വൽ ടു എക്സ് ആണ്. ഓക്കെ, ഇനി നമ്മളോട് കാണാൻ പറഞ്ഞ എന്താ? ഇതിന്റെ ഇടയിൽ നമ്മൾ വിട്ടാൽ 0 ന്റെയും 1 ന്റെ ഇടയിൽ നിൽക്കാൻ പറ്റുള്ളൂ. ഇനി അത് ഫ്രീ ആണ്, അതിന് എവിടെയും നിൽക്കാം. അങ്ങനെ നമ്മൾ കുറെ പ്രാവശ്യം വിട്ടു നോക്കിയാൽ അതിനെ എക്സ് ഈക്വൽ ടു 0.45ന്റെയും എക്സ് ഈക്വൽ ടു 0.55ന്റെ ഇടയിൽ, 0.5 എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടെ അല്ലേ. അപ്പൊ 0.45 ഇവിടെ, 0.55 ഇവിടെ, ഇതിന്റെ അടിയിൽ അതിനെ കാണാനുള്ള പ്രോബബിലിറ്റി ആണ് കാണാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ അതെങ്ങനെ കാണുകയെന്ന് നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, പ്രോബബിലിറ്റിക്കൽ ഇക്വേഷൻ അല്ലെ. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങളത് ചെയ്ത് ആൻസർ ചെയ്യുക, എന്നിട്ട് എനിക്ക് അയച്ചു തരാം. ഓക്കെ, ഈ ക്വസ്റ്റിന് ഒരു പാർട്ട് ബി ഉണ്ട്, അത് അടുത്ത ക്ലാസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ബാക്കി നമുക്ക് നാളെ പറയാം. Thank you all.